നമ്മുടെ സമൂഹം ഇന്ന് ലഹരിയിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹവും യുവജന സമൂഹവും അടക്കം അത്തരത്തിലുള്ള വാർത്തകളാണ് സമൂഹത്തിൽ പരക്കുന്നത്. അതിനൊരുപക്ഷെ സിനിമ വരെ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ സിനിമാ പ്രവർത്തകനായിട്ടുള്ള രവീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. പണ്ട് ഇത്തരത്തിലുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരാളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിരാത്രം പോലെയുള്ള സിനിമകളൊക്കെ ഇറങ്ങിയൊരു കാലഘട്ടം. ഈ സിനിമ അത്രത്തോളം ഈ ചെറുപ്പക്കാരെ, യുവാക്കളെ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? സിനിമ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അത് അതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ഇപ്പോൾ ആദ്യത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് റഷ്യയിൽ ഉണ്ടായത് എന്താ? റഷ്യൻ വിപ്ലവം ജനങ്ങളിലേക്ക് എത്താൻ അതിനു വേണ്ടി സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലെനിൻ അന്ന് ആദ്യത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. സിനിമ എന്ന മാധ്യമമാണ് ജനങ്ങളിലേക്ക് എത്താൻ ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിയത് ലെനിനായിരുന്നു. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സിനിമ മാത്രമാണോ? അല്ല, മറ്റ് എല്ലാ കാര്യവും ഒരു ന്യൂ മീഡിയയുടെ വളർച്ചയാണ് ഇതിന് മെയിൻ കാര്യം. രണ്ടാമത് ബേസിക്കലി പെട്ടെന്ന് ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിനകത്തേക്ക് വന്നിട്ടുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഈസ് വെരി ഡേഞ്ചറസ്. ഇപ്പം എന്താണ്, കഞ്ചാവ് ബംഗാളികളുടെയും മലയാളികളുടേത് സിന്തറ്റിക് ഡ്രഗുമായിട്ടാണ് മാറിയേക്കുന്നത്. ബ്രെയിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണല്ലോ ഈ കെമിക്കൽസുകൾ. ആക്ച്വലി മീഡിയ ലിറ്ററസി മസ്റ്റാണ്. അതിൻ്റെ ഒരു അഭാവം തന്നെ പറയാം. സിനിമയിലൊരു സിനിമ വന്നതുകൊണ്ട് ഇപ്പോൾ ആക്ഷൻ സിനിമകൾ, ഇപ്പോൾ ഞാൻ ഇതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ MGR സിനിമകളെല്ലാം വന്ന് വാൾപ്പേറ്റും ഇടിയുള്ളതല്ലേ. പക്ഷേ MGR സിനിമ ഒരു സമൂഹത്തിനെ വളർത്തിയ സിനിമയാണ്. അണ്ണാദുരൈയുടെ സിനിമയാണ് ശരിക്കും തന്നെ ദ്രാവിഡ കഴകത്തിൽ ഉണ്ടാക്കിയതും. തമിഴ്നാട്ടിൽ വന്നിട്ട് തായ്പാശം, തങ്കൈപ്പാശം അല്ലെങ്കിൽ കുടുംബസ്നേഹം എന്ന് പറയുന്ന കാര്യങ്ങളും തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ പോരാട്ടം എല്ലാം ഇതിലൂടെയാണ് കാണിച്ചിരുന്നത്. ഇപ്പം ഞാൻ 100ാമത് നാളെന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ കണ്ടിറങ്ങി വന്നിട്ട് അവനവൻ്റെ ഫാമിലിയുള്ള 7 പേരെ കൊല്ലുകയാണ്. അവൻ കൺഫൻസ് ചെയ്യാണ് ഞാൻ ഈ സിനിമ എനിക്കുണ്ടായിരുന്നത്. ആ സിനിമ അതുകൊണ്ട് ഹിറ്റാവുകയും ആ സിനിമയിൽ അതിനകത്താണ് സത്യരാജ് വന്നത്. പിന്നെ സത്യരാജ് സ്റ്റാറായിട്ട് മാറുക ഞാൻ കണ്ടത്. പഴയ നമ്മുടെ ഇപ്പോൾ എത്രയോ ഡയലോഗുകൾ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. അംബാനെ അല്ലെങ്കിൽ മോനെ ദിനേശ തൊട്ടിട്ടുള്ള പല ഡയലോഗുകളും നമ്മൾ വന്നിട്ട് വൈകിട്ട് എന്താ പരിപാടി, ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ എൻ്റെ ഇടുക്കി ഗോൾഡിലെ തന്നെ കഥാപാത്രത്തിലെ ഡയലോഗുകൾ തന്നെ, നീ എന്തൊരു കല്യാണം കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനും വിചാരിക്കില്ല അത്ര കാര്യം കുട്ടികളുണ്ടാവുന്നത്. ഇത്തരം ഡയലോഗുകൾ വളരെ പോപ്പുലറായിരുന്നു. ഇടുക്കി ഗോൾഡ് ഇറങ്ങിയപ്പോഴത്തേക്ക് ആളുകൾ ഇടുക്കി ഗോൾഡും തേടി പോകുന്നൊരു സമയമുണ്ടായിരുന്നു. ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ പ്രദാനം ചെയ്യുന്നത് ഏറ്റവും വലിയ ലഹരി സൗഹൃദമാണെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ആ മെസ്സേജ് വിട്ടുപോയി. ഏറ്റവും കൂടുതൽ ഈ ഇടുക്കി ഗോൾഡിനെ മാത്രം ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന എൻ്റെ കഥാപാത്രം അവസാനം റിയലൈസ് ചെയ്യാണ്. അവൻ തരുമ്പോൾ വേണ്ട, എനിക്കത് മനസ്സിലായി, ഇതാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞു പോകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മെസ്സേജ്. ഫിലിം സ്റ്റഡീസിൻ്റെ കുറവ്, മീഡിയ സ്റ്റഡീസിൻ്റെ കുറവ്. മീഡിയ സ്റ്റഡീസ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ എഡ്യൂക്കേഷനിൽ ഒരു ഭാഗമാക്കേണ്ട ഒരു സംഭവം തന്നെയാണത്. ആർട്ട് ഫോർ ഐഡിയോളജി, ആർട്ട് ഫോർ ആർട്ട് സൈഡ് ആൻഡ് ആർട്ട് ഫോർ ഇൻഡസ്ട്രി, ഇങ്ങനെ മൂന്നായിട്ട് നമ്മളിതിനെ കാണുകയും ഇതിലൊരു പഠനം നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും. അതായത് സമൂഹത്തിനിടയിൽ ഒരു ദൃശ്യസാക്ഷരത ഉണ്ടാക്കണം എന്ന ഒരു കാര്യം തന്നെയാണ് നടൻ രവീന്ദ്രനും പങ്കുവയ്ക്കുന്നത്. ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.